ഗുഡ് ഈവനിങ്. 9th അവറിലേക്ക്. ലോക ശാസ്ത്ര ചരിത്രത്തിൽ വലിയൊരു കുതിപ്പ് സ്വന്തമാക്കാനുള്ള ഇന്ത്യയുടെ കാത്തിരിപ്പ് അവസാനത്തോട് അടുക്കുകയാണ്. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ ദൗത്യം മംഗൾയാൻ നിർണായക കടമ്പ പിന്നിട്ടു. 10 മാസമായുള്ള ഇന്ത്യയുടെ കാത്തിരിപ്പ് കൂടുതൽ ആകാംക്ഷാപൂർണ്ണമാകുന്നു. പേടകത്തിൻ്റെ ലിക്വിഡ് അപ്പോജി മോട്ടറിൻ്റെ പരീക്ഷണ ജ്വലനം വിജയമാണെന്ന് ISRO ഇന്ന് പ്രഖ്യാപിച്ചു. ബുധനാഴ്ച മംഗൾയാൻ ചൊവ്വ ഭ്രമണപഥത്തിൽ എത്തുമെന്നുള്ള പ്രതീക്ഷകൾക്ക് ഇതോടെ കൂടുതൽ ബലമേകുകയാണ്. മംഗൾയാൻ ഭ്രമണപഥത്തിൽ പ്രവേശിക്കുന്നതോടെ ചൊവ്വ ദൗത്യം ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിപ്പിക്കുന്ന പ്രഥമ രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്യുന്നു. ആദ്യം റിപ്പോർട്ട് കാണാം. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം മംഗൾയാൻ നിർണായക കടമ്പ പിന്നിട്ടു. പേടകത്തിൻ്റെ ലിക്വിഡ് അപ്പോജി മോട്ടറിൻ്റെ പരീക്ഷണ ജ്വലനം വിജയമാണെന്ന് ISRO അറിയിച്ചു. ഇതോടെ ബുധനാഴ്ച മംഗൾയാനെ ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിക്കാമെന്ന് പ്രതീക്ഷകൾക്ക് ചിറകേറുകയാണ്. ഉച്ചയ്ക്ക് 2:30 ലിക്വിഡ് അപ്പോജി മോട്ടോർ ജ്വലിപ്പിച്ചത്. ബാംഗ്ലൂരുവിലെ ISRO ടെലിമെട്രിക് ട്രക്കിംഗ് ആൻഡ് കമാൻഡിംഗ് നെറ്റ്വർക്കിംഗ് സെന്ററിൽ നിന്നാണ് ജ്വലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ പേടകത്തിലേക്ക് കൈമാറിയത്. 3.698 സെക്കൻഡ് നേരം ജ്വലിപ്പിച്ചതിലൂടെ 300-ലധികം ദിവസം ഉറങ്ങിക്കിടന്ന ലാം എഞ്ചിനെ പ്രവർത്തനക്ഷമമാക്കുന്ന ഘട്ടം വിജയകരമായി പൂർത്തിയാക്കി. എഞ്ചിൻ ജ്വലിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകി 12 മിനിറ്റിന് ശേഷമാണ് പേടകത്തിൽ നിന്ന് വിവരം ലഭിച്ചത്. ചൊവ്വയുടെ സ്വാധീന മണ്ഡലത്തിലെത്തിയ മംഗൾയാൻ ബുധനാഴ്ച ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കാൻ പൂർണ്ണ സജ്ജമായതായി ISRO അറിയിച്ചു. 323 ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം മംഗൾയാന്റെ ചൊവ്വ ദൗത്യത്തിന് ബുധനാഴ്ച പുലർച്ചെ 4:17 തുടക്കമാകും. രാവിലെ 7:18 മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കും. 7:41 ദൗത്യം പൂർത്തിയാകണം. 8 മണിയോടെ പേടകത്തിൽ നിന്നും സന്ദേശം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശാസ്ത്രലോകം. ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പേടകത്തിന്റെ കുറഞ്ഞ ദൂരം 400 കിലോമീറ്ററും കൂടിയ ദൂരം 80,000 കിലോമീറ്ററുമായിരിക്കും. 1337 കിലോഗ്രാം ഭാരമുള്ള പേടകത്തിൽ 5 ശാസ്ത്രീയ ഉപകരണങ്ങളാണ് പരീക്ഷണങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്നത്. ചൊവ്വയിലെ ജലത്തിന്റെ സാന്നിധ്യവും പാറകളുടെ ഘടനയും ചൊവ്വയിൽ ജലാംശമുണ്ടെങ്കിൽ അത് എങ്ങനെ നഷ്ടപ്പെട്ടുവെന്നും മംഗൾയാൻ പഠിക്കും. സെൻട്രൽ ഡെസ്ക് TV ന്യൂസ്. അതേസമയം അമേരിക്കയുടെ ചൊവ്വ ദൗത്യമായ മാവേൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ചു. ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള പഠനമാണ് മാവേൻ്റെ മുഖ്യ ലക്ഷ്യം. 711 മില്യൺ കിലോമീറ്റർ താണ്ടി 10 മാസത്തെ യാത്രയ്ക്ക് ശേഷമാണ് മാവേൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയത്. ഇവിടെ 6 ആഴ്ചത്തെ പരീക്ഷണഘട്ടം പിന്നിട്ട ശേഷമാകും ചൊവ്വയിലെ അന്തരീക്ഷ പഠനത്തിൽ മാവേൻ മുഴുകുക. 1 വർഷം നീളുന്നതാകും ഈ പഠനം. 1 വർഷത്തിനുള്ളിൽ 35 മണിക്കൂറോളം ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ മാവേൻ വലം വയ്ക്കും. പേടകത്തിലെ യന്ത്രം 33 മിനിറ്റ് ജ്വലിപ്പിച്ചാണ് ചൊവ്വയുടെ ഗുരുത്വാകർഷണത്തിലേക്ക് പ്രവേശിക്കാനുള്ള വേഗം മാവേൻ കൈവരിച്ചത്. ചൊവ്വയുടെ ഉപരിതല അന്തരീക്ഷവും ഉയർന്ന സൂര്യതാപവുമാണ് പ്രധാനമായും മാവേൻ പഠനവിധേയമാക്കുക. ചൊവ്വയിലിറങ്ങാതെ ഉപരിതലത്തിൽ നിന്നും 6200 കിലോമീറ്റർ അകലെ സഞ്ചരിച്ചായിരിക്കും മാവേൻ വിവരം ശേഖരിക്കുക. ചൊവ്വയിലെ ജലസാന്നിധ്യം ഉൾപ്പെടെ നിർണായക സൂചനകൾ നൽകിയ സ്പിരിറ്റ് ഓപ്പർച്യൂണിറ്റി പര്യവേഷണ വാഹനങ്ങൾക്ക് ശേഷം ഏറെ പ്രതീക്ഷയോടെയാണ് നാസ മാവേനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾക്കായി കാത്തിരിക്കുന്നത്. 2013 നവംബർ 18 മാവേൻ പേടകവും വഹിച്ച് അറ്റ്ലസ് 5 റോക്കറ്റ് കുതിച്ചുയർന്നത്. 4180 കോടി രൂപയായിരുന്നു പദ്ധതിയുടെ ചെലവ്. 2030 മനുഷ്യനെ ചൊവ്വയിലെത്തിക്കാനുള്ള നാസയുടെ ശ്രമങ്ങൾക്ക് മാവേന്റെ കണ്ടെത്തലുകൾ സഹായകമാവുമെന്നാണ് പ്രതീക്ഷ. സെൻട്രൽ ഡെസ്ക് TV ന്യൂസ്. ഒരു രാജ്യത്തിൻ്റെ ശാസ്ത്ര ദൗത്യം എന്നതിനപ്പുറം, ഒരു ശാസ്ത്ര കൗതുകം എന്നതിനപ്പം അപ്പുറം ഇന്ത്യയുടെ ചൊവ്വ ദൗത്യത്തിന് പ്രാധാന്യം ഏറുന്നു. പ്രത്യേകിച്ച് ഒരു ഏഷ്യൻ രാജ്യത്തിൻ്റെ ശ്രമം എന്ന നിലയിൽ ആദ്യമായി അതിൻ്റെ ഏറ്റവും ആധികാരികമായ ഒരു തലം കടക്കുന്നു എന്ന നിലയിൽ മംഗൾയാൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനത്തെ വിലയിരുത്തുകയാണ് 9th അവറും. പ്രമുഖ ശാസ്ത്ര അധ്യാപകൻ കുസാറ്റിലെ പ്രൊഫസർ VPN നമ്പൂതിരി, ഒപ്പം കുസാറ്റിലെ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡീൻ ഡോക്ടർ ഗോഡ്ഫ്രേ ലൂയിസ്, ശാസ്ത്രകാരൻ ജീവൻ ജോബ് തോമസ് എന്നിവരുണ്ട് കൊച്ചിയിലും കോഴിക്കോടുമായി. ഇന്ത്യ ആദ്യം ഒരു ഗോളാന്തര സ്ഥലത്തേക്ക്, മറ്റൊരു ഗോളത്തിലേക്ക് നമ്മുടെ ഒരു പേടകം അയക്കുന്നു എന്നതിനപ്പുറമുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ചില കണക്കുകളോ മറ്റ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോഴുള്ള നമ്മുടെ ചില ശാസ്ത്ര വിജയങ്ങളോ എന്നതിനപ്പുറം ഒരു ഗ്രഹത്തെ അറിയാനുള്ള ശ്രമത്തിൻ്റെ ആദ്യപടിയാണ്. അതും പലപ്പോഴും ശാസ്ത്ര കൗതുക വാർത്തകളിൽ അല്ലെങ്കിൽ ചില ഫിക്ഷനുകളിൽ എപ്പോഴും ഭയപ്പെടുത്തിയിരുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ. നമ്മുടെ വിശ്വാസങ്ങളിൽ ഒരു അപഹാരം പോലെ ചൊവ്വയെ കണ്ടിട്ടുണ്ട്. അതിലെല്ലാം വളരെ അടുത്ത് നിന്ന് ഒരു ഇന്ത്യ, നമ്മുടെ ഇവിടെ മനുഷ്യർ നിർമ്മിച്ച ഒരു പേടകം അവിടെ എത്തുന്നു എന്നതിന് എന്തുമാത്രം പ്രാധാന്യം താങ്കൾ കാണുന്നുണ്ട്? ഇത് വളരെ സുപ്രധാനമായ ഒരു കാൽവെപ്പാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. കാരണം ചൊവ്വ ഗ്രഹത്തിൻ്റെ അടുത്തത്തെ 5 തരം ദൗത്യങ്ങളാണ് ഒരു ചൊവ്വ ഗ്രഹത്തിലേക്ക് സാധാരണയുള്ളത്. അതിൻ്റെ ഫ്ലൈ ബൈ ദൗത്യം, അതിൻ്റെ അടുത്തുകൂടി പറന്നു പോവുക.
രണ്ടാമത്തെ ദൗത്യം എന്ന് പറയുന്നത് അതിൻ്റെ ഓർബിറ്റിൽ കയറുക, മൂന്നാമത്തത് ലാൻഡ് ചെയ്യുക, നാലാമത്തെ ലാൻഡ് ചെയ്ത ശേഷം ഒരു റോവർ വഴി അതിൽ കൂടെ സഞ്ചരിക്കുക, അഞ്ചാമത്തെ ദൗത്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊരു സാമ്പിളുമായി തിരിച്ചു വരിക. അപ്പോൾ അത് ഒരു രാജ്യവും ഇതുവരെ നേടിയിട്ടില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. നമ്മൾ ഇതിൻ്റെ ഫ്ലൈ ബൈ മാത്രമല്ല, ഫ്ലൈ ബൈ ഓൾറെഡി നമ്മളിപ്പോൾ അതിനടുത്ത് എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ ഓർബിറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു ഓർബിറ്റിലേക്ക് നമ്മുടെ പേടകം ഇതിപ്പോൾ 24-ാം തീയതി അങ്ങോട്ട് പ്രവേശിക്കും. ഈ ദൗത്യത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു സുപ്രധാനമായിട്ടുള്ളൊരു ഘട്ടത്തിൽ ആണ് നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്. മീഥേൻ വാതകത്തിൻ്റെ സാന്നിധ്യം ചൊവ്വയിലുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സുപ്രധാനമായൊരു ചോദ്യം ഇതുവരെ അതിനൊരു തീർപ്പ് വന്നിട്ടില്ല. ജീവൻ്റെ സാന്നിധ്യമാണ്. കാരണം മീഥേൻ വാതകം ഇത് അമേരിക്കൻ ദൗത്യത്തിൽ ചെറുതായിട്ട് കണ്ടെത്തിയിരുന്നു, പിന്നീട് സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ മീഥേൻ വാതകം ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു ചോദ്യം. അത് വോൾക്കാനിക് സോഴ്സ് ആണോ അതോ അത് മൈക്രോബിയൽ ആക്ഷനാണോ? ഇപ്പോൾ മാർസിൻ്റെ അന്തരീക്ഷം കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള അറ്റ്മോസ്ഫിയർ, വളരെ ലോ ടെമ്പറേച്ചർ, പിന്നെ റേഡിയേഷൻ ഉണ്ട്. ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്തതുകൊണ്ട് റേഡിയേഷൻ ഇത് പാർട്ടിക്കിൾസ് അവിടെ പതിക്കുന്നതുകൊണ്ട് വീണണക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ ഇല്ല അതിന്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ചൊവ്വയുടെ ഈ സർഫസിൽ നമ്മൾ വിചാരിക്കുന്ന കണക്കുള്ള ഇവിടെയുള്ള തരത്തിലുള്ള ഒരു ജീവന് നിലനിൽക്കാൻ സാധിക്കില്ല. അതേസമയം അതിൻ്റെ സബ്സർഫസ്, അതിൻ്റെ അടിയിലുള്ള മണ്ണിൽ ഇത്തരത്തിലുള്ള ജീവന് സാധ്യതയുണ്ട്, മൈക്രോബിയൽ ലൈഫ് ഫോംസ്. അപ്പോൾ അത്തരം മൈക്രോബിയൽ ലൈഫ് ഫോംസിൻ്റെ ഒരു പ്രധാന തെളിവാണ് ഈ മീഥേൻ വാതകം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ മിഷനിൽ അത് കണ്ടെത്താനുള്ള ഒരു സുപ്രധാനമായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. റിഫ്ലക്റ്റഡ് സൺലൈറ്റ് ഉപയോഗിച്ച് ഈ മീഥേൻ്റെ സ്പെക്ട്രം അവിടെ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തും. അത് ഒരു അറ്റ്മോസ്ഫിയറിക് ടെസ്റ്റാണ്, അതൊരു ഗ്ലോബൽ പോലുള്ളൊരു ടെസ്റ്റാണ്. അത് ഒരു പ്രോബ് അവിടെ ഇറങ്ങി നടത്തുന്ന ടെസ്റ്റിനേക്കാളും സെൻസിറ്റീവാണ്, കൂടുതൽ ഫലവത്താണ്. അതാണ് ഏറ്റവും പ്രധാനമായി അതിനകത്ത് താങ്കൾ കാണുന്നത്. പ്രൊഫസർ നമ്പൂതിരി, ഇന്ത്യക്കാരൻ്റെ കൈപതിഞ്ഞ, ഇന്ത്യക്കാരൻ്റെ ബുദ്ധി പതിഞ്ഞ ഒരു പേടകം എത്രയോ കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത്, ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും അപ്പുറത്തേക്ക് സ്ഥലത്തെത്തുന്നു. അവിടുത്തെ കാലാവസ്ഥ നമുക്കറിയില്ല. അവിടുത്തെ ഈ ദൂരത്തിൻ്റെ കണക്കുകൾ പറയുമ്പോൾ പോലും പലപ്പോഴും അത് ആപേക്ഷികമാണോ അവിടെ എന്ന് നമുക്ക് സംശയം തോന്നും. ശാസ്ത്രത്തിൻ്റെ ഒരു കാൽക്കുലേഷൻ മാത്രമാണ് ഇതിലേക്ക് നയിക്കുന്നത്, ശാസ്ത്രത്തിൻ്റെ വെറും കാലഗണന മാത്രം. ഇവിടെ നിന്നുകൊണ്ട് ഈ പേടകത്തെ നമ്മൾ വിക്ഷേപിക്കുന്നു. ഏതാണ്ട് ഇത്രയും ദിവസങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നു, 300 ദിവസങ്ങളിലപ്പുറം കാത്തിരിക്കുന്നു. തികച്ചും വ്യത്യസ്തമായൊരു സാഹചര്യത്തിൽ എത്തപ്പെടുന്ന ആ പേടകം നൽകുന്ന വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. 24-ാം തീയതിയിലേത് വിജയകരമാകുകയാണെങ്കിൽ അതൊരു ഏഷ്യൻ രാജ്യത്തിന് അവകാശപ്പെടാവുന്ന ഒരു വലിയ ആദ്യത്തെ ദൗത്യം വിജയകരമാകുക എന്നൊരു ഏഷ്യൻ പൊന്തൂവൽ. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഈ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനപരമായ വിജയം ഇന്ത്യ എങ്ങനെയായിരിക്കും രേഖപ്പെടുത്തുക? ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ആദ്യം പറഞ്ഞതുപോലെ അമേരിക്കയുടെ പേടകത്തിൻ്റെ ചിലവിൻ്റെ ഏകദേശം 10 ഭാഗത്തിൽ കുറച്ച്, ഇന്ത്യയെക്കാളും 10 മടങ്ങാണ് അമേരിക്ക. 10-1 മാത്രം ഇന്ത്യയിലെ ചിലവ് ഉപയോഗിച്ച് ഇന്ത്യ തന്നെ സ്വയം നിർമ്മിച്ച പേടകവും അതിൻ്റെ അനുബന്ധ സാങ്കേതിക പദ്ധതികളും ഉപയോഗിച്ചുള്ള ഈ പദ്ധതി ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ സ്വാശ്രയത്വം ആണ് ഇത് തെളിയിക്കുന്നത്. മാത്രമല്ല ഇത്തരം പരീക്ഷണ നിരീക്ഷണങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന അനുബന്ധ മേഖലകളുണ്ട്. ആ അനുബന്ധ മേഖലകൾ ഭാരതത്തിൻ്റെ ശാസ്ത്ര പഠന ഗവേഷണ മേഖലയിൽ ധാരാളം സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ബഹിരാകാശ പര്യവേഷണം വളരെ ചിലവേറിയ ഒരു പദ്ധതിയാണ് എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ നിന്ന് മാറി കൂടുതൽ രാജ്യങ്ങൾക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഭാരതത്തിൻ്റേത്. ഭാരതത്തിന് അതിനൊരു നേതൃത്വം കൊടുക്കാനും സാധിക്കും. ആധുനിക എൻജിനീയറിംഗ് സാങ്കേതിക വിഷയങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു വരുന്ന ഫ്രൂഗൽ എൻജിനീയറിംഗ് എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. ഫ്രൂഗൽ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മിതവ്യയത്തോടുകൂടി മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഗവേഷണം. അതിൽ ഇന്ത്യയുടെ ഈ മംഗൾയാൻ്റെ ആദ്യത്തെ ലോഞ്ചിങ് വിജയകരമായപ്പോൾ അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് ഹെഡിങ് പറഞ്ഞത് ഏറ്റവും നല്ലൊരു ഫ്രൂഗൽ എൻജിനീയറിങ്ങിൻ്റെ എക്സാമ്പിളാണ് ഭാരതത്തിൻ്റെ ഈ മംഗൾയാൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ഗവേഷണ പഠനങ്ങൾക്ക് ഒരു മുൻതൂക്കം
നൽകാനും ആവേശം പകരാനും ഈ ഒരു മംഗൾയാൻ പദ്ധതി വളരെ നല്ലതായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ ജീവൻ ജോബ്, ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ ജീവൻ, അതിൻ്റെ ഉൽപ്പത്തി, ജീവകണങ്ങൾ, ആദ്യസ്പന്ദനം, ഇതിലൊക്കെ വളരെ ആഴത്തിൽ അറിയാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മംഗൾയാനിൽ നിന്ന് വരുന്ന വാർത്തകൾക്ക് കൂടി താങ്കൾക്ക് വ്യക്തിപരമായ താല്പര്യമുണ്ടാകും. പൊതുവെയുള്ളൊരു പ്രോജക്റ്റ്, അതിൻ്റെ വിജയം എന്നതിനേക്കാൾ ഉപരി സ്വാഭാവികമായും അന്യഗ്രഹത്തിലേക്ക് നമ്മുടെ ആദ്യത്തെ ഒരു യാത്ര, ആ യാത്രയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, അതും ഇന്ത്യയുടെ തന്നെ തദ്ദേശീയമായ ഉപകരണങ്ങളാൽ ഒരു പേടകം യാത്രയാകുന്നു. പലതും ഇതുവരെയുള്ള ചില റെക്കോർഡുകളെ മറികടക്കുന്നു എന്നൊക്കെയുള്ളത് വെറും കണക്കുകളുടേതായിട്ട് നമുക്ക് പറയാമെങ്കിൽ പോലും താങ്കൾ സാഗൂതം വീക്ഷിക്കുന്ന, താങ്കളെ അത്ഭുതപ്പെടുത്തുന്ന, അല്ലെങ്കിൽ താങ്കൾ താല്പര്യപൂർവ്വം വീക്ഷിക്കുന്ന എന്തോ ഒന്ന് മംഗൾയാനിലുണ്ട്. എന്താണത്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു മനുഷ്യപരിണാമത്തിൻ്റെ തന്നെ പ്രകൃതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവയ്പ് ഇന്ത്യ നടത്തി എന്നുള്ളതിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സംഗതി നിലനിൽക്കുന്നത്. കാരണം ഗോളാന്തര യാത്രകളുടെ ചരിത്രം നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മംഗൾയാൻ വിജയത്തിലൂടെ. ഭാവി ശരിക്കും പറഞ്ഞാൽ ഭൂഖണ്ഡാന്തര യാത്രകളുടെ ഒരു പഴയ ചരിത്രം നമുക്ക് മുമ്പിലുണ്ട്. ഭാവി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇൻ്റർ പ്ലാനറ്ററി ട്രാവലുകളുടെ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പണ്ട് ഭൂഖണ്ഡങ്ങളിലേക്ക് യാത്ര ചെയ്ത മനുഷ്യരെ പോലെ തന്നെ ഭാവിയിൽ മനുഷ്യർ അടുത്തടുത്ത ഗ്രഹങ്ങളിലേക്ക് യാത്ര ചെയ്യും എന്നുള്ളതിന് അതൊരു അവിശ്വസനീയമായ സംഗതിയാണെന്ന് തോന്നൽ ആവശ്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം നമ്മളുടെ ഭൂമിയിലെ ജീവിതത്തിൻ്റെ സാധ്യതകൾ അതിൽ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ടുള്ള യാത്രകളും ഊർജത്തെ സംബന്ധിച്ചിട്ടുള്ള മനുഷ്യൻ്റെ ആവശ്യത്തെ കൂടുതൽ അന്വേഷിക്കാനും ഒക്കെ മനുഷ്യൻ ഗോളാന്തര യാത്രകൾക്ക് ഒരുപാട് സാധ്യതകൾ കാണുന്ന ഒരു വർത്തമാനകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു റേസിൽ ഇന്ത്യ സ്വന്തമായിട്ടുള്ള കാൽവയ്പ് നടത്തി എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാടായിട്ട് ഞാൻ കാണുന്നത്. ഈ മംഗൾയാനിൽ നിന്ന് ലഭിക്കുന്ന റിസൾട്ടുകൾക്കപ്പുറം ഇതൊരു ടെക്നോളജിക്കൽ ഗ്രോത്ത് എന്നുള്ള തരത്തിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാൽവയ്പ് എന്നുള്ള തരത്തിൽ നമുക്ക് കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചൊവ്വാനോട്ടത്തിൻ്റെ പ്രാധാന്യം ഇന്ത്യ ചെയ്യുമ്പോൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് സ്വാഭാവികമായും ആകാംക്ഷ വർദ്ധിക്കുന്നത്? GSLV ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ഉദ്ദേശം, പക്ഷെ നടന്നില്ല. GSLVയെ ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു പേടകത്തെ മുകളിലെത്തിക്കേണ്ട ഒരു വാഹനമായി നമുക്ക് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷെ അവിടെ ഇന്ത്യയുടെ ഏറ്റവും എല്ലാ കാലത്തെയും വിശ്വസ്തനായ ഒരു പടയാളിയാണ് PSLV. അതിൻ്റെ ദൗത്യം അത്രമേൽ കൃത്യതയോടെ നിർവഹിക്കുകയും ചെയ്തു. പക്ഷേ PSLVയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു ചെറിയ ചില കോട്ടങ്ങൾ നമുക്ക് കൂടുതൽ ദിവസമെടുക്കേണ്ടി വന്നു. ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സമയം ഭൂമിക്ക് ചുറ്റും അതിന് വലയം ചെയ്ത് നിൽക്കേണ്ടി വന്നു. സൂര്യനെ കഴിഞ്ഞ് ചൊവ്വയിലേക്ക് വന്ന് പോകുന്നതിനുള്ള യാത്ര കൂടുതൽ സമയമെടുത്തു. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും പേലോഡുകൾ കുറയ്ക്കേണ്ടി വന്നു, അതിൻ്റെ ഭാരം കുറയ്ക്കേണ്ടി വന്നു. എങ്കിൽ പോലും സമാനമായ സാഹചര്യങ്ങളാണ് ചൊവ്വയിലേത് എന്ന് പറയുന്നു. ഏതാണ്ട് ഇതേ ദൈർഘ്യത്വമുള്ള പകലും അല്ലെങ്കിൽ ഒരു ദിവസം എന്ന കണക്കിന് പകലും രാത്രിയും ഭൂമിയുടേതാണ്. എങ്കിൽ പോലും പല കോൺസെപ്റ്റുകളും ഭൂമിയിൽ നിന്ന് ചിന്തിക്കുന്നതല്ല ഭൂമിക്ക് പുറത്തുള്ളത് അല്ലെങ്കിൽ ഗോളത്തിന് പുറത്തുള്ളത്. ആ പ്രാപഞ്ചിക രഹസ്യത്തിലേക്ക് മംഗൾയാൻ എത്ര ദൂരം പോകും എന്ന് താങ്കൾ കരുതുന്നു? തീർച്ചയായിട്ടും ഈ നമ്മുടെ സാങ്കേതിക മികവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സാധാരണ ഇത്തരത്തിലുള്ള മാഴ്സിയൻ മിഷൻ, ഈ പറഞ്ഞ ചൊവ്വയിലേക്കുള്ള ദൗത്യങ്ങളിൽ 50% മാത്രമാണ് സക്സസ് റേറ്റ്. കാരണം വിട്ടിട്ടുള്ള പല പേടകങ്ങളിലെ പകുതിയോളം അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പേടകം അവിടെ എത്തി എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. നമുക്ക് 100% സക്സസ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമ്മളവിടെ എത്തി, ഏതാണ്ട് വിജയത്തിനോട് അടുത്തെത്തിക്കഴിഞ്ഞു. ഇനി നമ്മുടെ അവിടെ വെച്ച് ഫയർ ചെയ്യാനുള്ള നമ്മുടെ ആ റോക്കറ്റ് ഇന്ന് ടെസ്റ്റ് ചെയ്യപ്പെട്ടു. ഇനി ഇതിൻ്റെ വെലോസിറ്റി കുറയ്ക്കുക, മാർസിൻ്റെ ഓർബിറ്റിലേക്ക് ട്രാപ്പ് ചെയ്യപ്പെടുക. അപ്പോൾ ഈ ഒരു പ്രക്രിയ നമ്മൾ അറ്റൈൻ ചെയ്ത് കഴിയുന്നത് നമ്മുടെ ഒരു ടെക്നോളജിക്കൽ ബ്രേക്ക് ത്രൂ ആണ്. ഇത് മാർസിലേക്ക് എത്തുക, ഗോളാന്തര യാത്രകളുടെ ഇനി അടുത്തതായിട്ട് നമുക്ക് ബുധൻ ഗ്രഹമുണ്ട്. ഇങ്ങനെ ഉള്ള പല അറ്റംപ്റ്റുകളും നടത്തുന്നതിനുള്ള നമ്മുടെ കേപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇനിയും നമുക്കത് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും. ഇതിനകത്ത് 2-3 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ പറഞ്ഞു. ഒന്ന്, നമ്മുടെ ഗുരുത്വാകർഷണത്തെ കടന്നു പോവുക. 2, തുടർന്ന് ദിശ തെറ്റാതെ കൃത്യമായി ചൊവ്വയുടെ ആ ഭ്രമണപഥത്തിനരികിലേക്ക് എത്തുക, അതിൽ കടക്കുക, അതിനെ വളരെ കൃത്യതയോടുകൂടി
ഈ പറഞ്ഞ ഏറ്റവും അടുത്തുള്ള ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുക. ഇവിടെയൊക്കെ ഡിഗ്രി ഈ ഭ്രമണപഥത്തെ തിരുത്തുമ്പോൾ ഡിഗ്രി മാറിയാൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇമ്പാക്റ്റിൻ്റെ കോടിക്കണക്കിന് കിലോമീറ്റർ. ഈ കൃത്യതയുടെ തോത് ഒരു ഇന്ത്യയുടെ ടെക്നോളജിയും ഇവിടെ തദ്ദേശീയമായി വികസിപ്പിച്ച പല സോഫ്റ്റ്വെയറുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ആക്യുറസി എന്ന് പറയുന്നതിൻ്റെ മംഗൾയാൻ പോകുന്നു. ഈ ആക്യുറസിയുടെ വിപണന വിജയം എവിടെയായിരിക്കും ഇനി വരാൻ പോകുന്നത്? ഈ ആക്യുറസി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ ഡെൽറ്റ ഡിഫറൻഷ്യൽ വൺ വേ റേഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ പ്രതലത്തിൽ തന്നെയുള്ള 2 ഡിസ്റ്റൻറ്റ് സ്റ്റേഷൻസ്, ഇപ്പം ഓസ്ട്രേലിയ, സ്പെയിൻ, കാലിഫോർണിയ, ഇന്ത്യ, ഈ അങ്ങനെയുള്ള ഡീപ്പ് സ്പേസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് നാസയുടെ നെറ്റ്വർക്കാണത്. അപ്പോൾ അവിടെ നിന്നാണ് ഈ റേഡിയോ സന്ദേശങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പം ഈ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള 2 സ്റ്റേഷനിൽ നിന്ന് ഒരു പേടകത്തിൽ നിന്നുള്ള സിഗ്നൽ ലഭിക്കുമ്പോൾ ഇത് റേഡിയോ അസ്ട്രോണമിയിലും മറ്റും ഉപയോഗിക്കുന്ന ഒരു സാങ്കേതികവിദ്യയാണ് ഈ വെരി ലോങ് ബേസ് ലൈൻ ഇൻ്റർഫെറോമെട്രി എന്ന് പറയും. അപ്പം ഇത്തരത്തിലുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് വളരെ കൃത്യമായിട്ട് ഈ പേടകത്തിൻ്റെ പൊസിഷൻ നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. അത് മുമ്പ് ഉപയോഗിച്ചിരുന്ന ടെക്നോളജിയേക്കാളും ഇപ്പം ഇവോൾവ് ചെയ്ത് വന്ന ഒരു ടെക്നോളജിയാണിത്. ഇത് ഉപയോഗിച്ചിട്ട് വളരെ കൃത്യമായിട്ട് ഒരു 1000 ഫ്രാക്ഷൻ ഓഫ് ഡിഗ്രി അതിനേക്കാളും ആക്യുറസി ആയിട്ട് ഇതിൻ്റെ പൊസിഷൻ കിട്ടും. പിന്നെ ഇതിൻ്റെ ആക്സിലറേഷൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു റോക്കറ്റ് നമ്മൾ ഫയർ ചെയ്തു 4 സെക്കൻഡ് നേരത്തേക്ക്. അപ്പോൾ ഇതിനകത്ത് ഓൺ ബോർഡ് ആക്സിലറോമീറ്റേഴ്സ് ഉണ്ട്. ഈ ഓൺ ബോർഡ് ആക്സിലറോമീറ്റേഴ്സ് ഇത് രേഖപ്പെടുത്തുകയും അത് അവിടുന്ന് അപ്പം തന്നെ ഇങ്ങോട്ട് അയക്കും ഈ ആക്സിലറേഷൻ ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത്. അത് 12 മിനിറ്റുകൾ കഴിഞ്ഞ ശേഷം ഇവിടെ എത്തും. കാരണം 22 കോടി കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ഈ പേടകം നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഡാറ്റ ട്രാൻസ്മിഷനും അത് ബാംഗ്ലൂരുള്ള കൺട്രോൾ സെൻറ്ററിൽ അപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ ഈ ഡിലേ മാത്രമേ പ്രശ്നമുള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് ഓട്ടോണമി കൊടുത്തിട്ടുണ്ട് ഈ പേടകത്തിന്. ഓട്ടോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് റിയൽ ടൈം കൺട്രോൾ സാധിക്കില്ല. കാരണം ഇവിടുന്ന് ഒരു സിഗ്നൽ അയച്ചു കഴിഞ്ഞാൽ 12 മിനിറ്റ് കഴിഞ്ഞ് അവിടെ ചെല്ലുകയും അവിടുന്ന് റിട്ടേൺ വരുന്നതിന് അങ്ങനെ കാലതാമസം ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് തന്നെ പ്രോഗ്രാം ഇത് ഓരോ ഫങ്ഷൻസും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാംസ് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള അത്യാധുനിക അതുമാത്രമല്ല, അമേരിക്കക്കാരൊക്കെ ആദ്യം ഇത്തരത്തിലുള്ള മിഷൻ നടത്തിയിരുന്ന സമയത്ത് ഇത്രയധികം സാങ്കേതിക വിദ്യകൾ ലഭ്യമായിരുന്നില്ല. 1965 മറ്റുമൊക്കെയാണ് അവരുടെയൊക്കെ സ്പേസ് മിഷൻസ് തുടങ്ങുന്നത് മാർസിലേക്കുള്ള. അപ്പോൾ അതിനേക്കാളുമൊക്കെ ഇപ്പോൾ കമ്പ്യൂട്ടർ ടെക്നോളജിയും സോഫ്റ്റ്വെയറും എല്ലാം വളരെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ അഡ്വാൻറ്റേജസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി കാത്തിരിക്കാമായിരുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. സാങ്കേതിക വിദ്യയിൽ പെട്ടെന്നുള്ള തീരുമാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ മാവേനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പ്ലാനിങ്ങിനും എക്സിക്യൂഷനും എടുത്ത സമയം മറ്റുള്ള രാജ്യങ്ങളെക്കാൾ തുലവും കുറവാണ്. വളരെ പെട്ടെന്നൊരു ആലോചന എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ എക്സിക്യൂഷൻ ടൈം വളരെ കുറവായിരുന്നു. കാരണം അടുത്തൊരു 2 വർഷം കഴിയേണ്ടി വരും ഇനി ഇത്തരത്തിലൊരു സാഹചര്യം ചൊവ്വയെ നമുക്ക് അനുകൂലമായി കിട്ടാൻ. ഈ സാഹചര്യങ്ങളെല്ലാം കടന്ന് ഇത്തരത്തിലൊരു ഫയറിംഗ് നടക്കുമ്പോൾ സ്വാഭാവികമായും മംഗൾയാൻ യാത്ര തിരിച്ചതിന് ശേഷമുള്ള ഈ ദീർഘമായ കാലം അത്രയും നിരീക്ഷണത്തിലാണ് ഇന്ത്യൻ ശാസ്ത്രലോകം അടക്കം. അത് പൊതു ചർച്ചയിൽ നിന്ന് മാറി നിൽക്കുന്നുവെങ്കിൽ പോലും ചൊവ്വയെ അടുത്തറിയാൻ പോകുന്ന ഈ ദൗത്യത്തിന് എന്തൊക്കെ മാനങ്ങൾ താങ്കൾ കാണുന്നുണ്ട് ശാസ്ത്രപരമായി ഇന്ത്യക്കും പൊതുവെ ലോകത്തിനും? 2 വിധത്തിലുള്ള ഈ സ്വാധീനങ്ങളാണ് ഇത് വരാൻ പോകുന്നത്. ഒന്ന് അടിസ്ഥാന ശാസ്ത്രത്തിലും മറ്റേത് പ്രയുക്ത ശാസ്ത്രത്തിലും. അടിസ്ഥാന ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഘടന, അല്ലെങ്കിൽ ഈ ഉപഗ്രഹങ്ങൾ എങ്ങനെയുണ്ടായി, ഗ്രഹങ്ങൾ എങ്ങനെയുണ്ടായി എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള അടിസ്ഥാനപരമായ ചില വിവരങ്ങൾ ഈ ഗ്രഹങ്ങളുടെ ഉപരിതലത്തിലെ പഠനങ്ങളിൽ നിന്നും മറ്റും നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. 2, ഇതുപോലെ ഒരു സാറ്റലൈറ്റ്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഈ ചൊവ്വയ്ക്ക് ചുറ്റും കറങ്ങാനായിട്ട് നാം അനുവദിച്ചു കഴിഞ്ഞാൽ, പിന്നീട് അതിനെ സ്വതന്ത്രമായിട്ട് ചലിക്കാനായിട്ട് വിട്ടുകഴിഞ്ഞാൽ ഓരോ വർഷവും അതിൻ്റെ ഭ്രമണപഥത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ, അകന്നു പോകുന്നുണ്ടോ അടുത്തു പോകുന്നുണ്ടോ എന്ന് അറിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം ചൊവ്വാഗ്രഹത്തിൻ്റെ ആകർഷണ ശക്തിക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, ഇത്തരം അറിവുകൾ ഒരു വിധത്തിലും നമുക്ക് നേടാൻ സാധിക്കുകയില്ല. അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഒരു ടെസ്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. 2, ഈ ഒരു പദ്ധതി വിജയകരമായി ആയപ്പോൾ അതിന് അനുബന്ധമായിട്ട് വികസിപ്പിച്ചെടുത്ത ധാരാളം ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ടെക്നോളജീസ് ഉണ്ട്. ഇത്
ഭാരതത്തിലെ പല വ്യവസായ സംരംഭങ്ങൾക്കും ഗുണകരമാകും. പുറത്തുനിന്നുള്ള വിദേശ നിക്ഷേപങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ഈ ഒരു ഗവേഷണ പദ്ധതിയിലേക്ക് കൂടുതൽ രാജ്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കും. കാരണം ചെലവ് കുറഞ്ഞതും തദ്ദേശീയമായിട്ട് വികസിപ്പിക്കാൻ സാധിച്ചതുമായിട്ടുള്ള ഉപകരണം ഉണ്ടാകുമ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം ഭാരതത്തിൻ്റെ ഒരു മേൽക്കോയ്മ മിക്കവാറും അടുത്ത വരും കാലങ്ങളിൽ ഈ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഉണ്ടാകാൻ വളരെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മറ്റു രാജ്യങ്ങളൊക്കെ ചൊവ്വാദോഷം ഉണ്ടായപ്പോൾ ഇന്ത്യക്ക് ഒരു ചൊവ്വാദോഷം ഉണ്ടായില്ല എന്നുള്ളതാണ്. ശ്രീ ജീവൻ ജോബ്, കഴിഞ്ഞ ഇത്രയും നാളുകൾ മംഗൾയാൻ കടന്നുപോയ അജ്ഞാതമായ വഴികൾ, നമുക്കൊരിക്കലും ഊഹിക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ, അതിനിഗൂഢമായ പ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരു വശം, ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്തത്ര ദൂരെ നിൽക്കുന്ന മംഗൾയാൻ, ഭൂമിയിൽ നിന്ന് ഇപ്പോൾ ചിന്തിച്ചാൽ ഒരു മനുഷ്യന് അവൻ്റെ ജീവിതകാലത്ത് പോയി വരാൻ സാധിക്കുമോ എന്നിപ്പോൾ സംശയം പറയാവുന്ന തരത്തിൽ ഏതോ അഗാധമായ നിഗൂഢതയിലാണ് മംഗൾയാൻ നിൽക്കുന്നത്. അതിനെ അങ്ങയുടേതായ ഭാഷയിലും ഒരു ചിത്രത്തിലും എങ്ങനെ കാണുന്നു? അതിനെ ഋതുഭേദങ്ങളുണ്ടോ ചൊവ്വയിൽ? ഈ ഋതുഭേദങ്ങൾ എങ്ങനെയാണ് ചൊവ്വയെ സ്വാധീനിക്കുന്നത്? ഭൂമിക്ക് സമാനമായ ഒരു ഗ്രഹം എന്ന തട്ടിലാണ് എപ്പോഴും ചൊവ്വയെ ചേർത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ ചൊവ്വയിൽ നിന്നുള്ള മനുഷ്യൻ്റെ ശത്രുക്കളെ ചൊവ്വയിൽ ചില ചിത്രകാരന്മാരോ അല്ലെങ്കിൽ കഥാകാരന്മാരോ പ്രതിഷ്ഠിക്കുകയോ ചെയ്തിട്ടുള്ളത്? ഈ സങ്കല്പങ്ങളെയെല്ലാം അല്ലെങ്കിൽ ധാരണകളെയെല്ലാം, മിത്തുകളെയെല്ലാം, വിശ്വാസങ്ങളെ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ വിശ്വാസങ്ങളെയെല്ലാം ഈ മംഗൾയാൻ യാത്ര തിരുത്തുമോ? അത് തീർച്ചയായിട്ടും വളരെ കൗതുകകരമായിട്ടുള്ളൊരു സംഗതിയാണ്. കാരണം മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ മിത്തുകൾക്ക് രൂപം കൊടുത്ത ഒരു ഹെവൻലി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചൊവ്വയാണ്. ചൊവ്വയിൽ മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാലങ്ങളായിട്ട് മനുഷ്യരുടെ ഇടയിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ചൊവ്വയിൽ മനുഷ്യരെ പോലെ ഉള്ള ജീവികൾ, കനാലുകൾ പണിതിട്ടുണ്ട് എന്ന് ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിക്കപ്പെടുന്ന തരത്തിൽ വിശ്വാസങ്ങൾ പ്രചരിക്കപ്പെടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ 19-ാം നൂറ്റാണ്ടിലൊക്കെ. അത് പിന്നീട് ടെലസ്കോപ്പിൻ്റെ ചില ഗ്ലെയറുകൾ വഴി ഉണ്ടായിട്ടുള്ള ചില ഒപ്റ്റിക്കൽ ഇല്യൂഷനാണെന്ന് പിന്നീട് തെളിയിക്കപ്പെടുകയായിരുന്നു ഉണ്ടായത്. അതുപോലെ തന്നെ നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ദുര്യോഗങ്ങൾക്ക് ഒക്കെ കാരണമായിട്ടുള്ള ഒരു ഉപഗ്രഹമായിട്ട് ചൊവ്വയെ കണ്ട കാലം, അതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ കാരണക്കാരനായിട്ടുള്ള ദേവനായിട്ട് ചൊവ്വയെ അസ്യൂം ചെയ്തിരുന്നു. ഹൊററിൻ്റെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം ഈ ചൊവ്വയുടെ 2 ഉപഗ്രഹങ്ങളും റോമൻ കൾച്ചറിൽ ടെററിൻ്റെയും ഹൊററിൻ്റെയും ദേവന്മാരാണ് എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുകയോ അത്ഭുതപ്പെടുത്തുകയോ കൗതുകപ്പെടുത്തുകയോ ചെയ്ത ഒരു ഹെവൻലി ഒബ്ജക്റ്റ് എന്നുള്ള നിലയിലാണ് ചൊവ്വ നമുക്ക് മുമ്പിൽ എത്തുന്നത്. പിന്നീട് ശാസ്ത്രത്തിൻ്റെ വികാസവും ഇതുപോലെ തന്നെ ഒരുപാട് മിത്തുകൾക്ക് രൂപം കൊടുത്തു. H.G. വെൽസിൻ്റെ വാർ ഓഫ് ദ വേൾഡ്സ് എന്ന് പറയുന്ന നോവല് ചൊവ്വയിൽ ജീവിക്കുന്ന ജീവികൾ ഭൂമിയിലെ മനുഷ്യരുമായിട്ട് നടത്തുന്ന യുദ്ധത്തിൻ്റെ കഥയാണ്. ആ വാർ ഓഫ് ദ വേൾഡ്സ് 20-ാം നൂറ്റാണ്ടിലെ മനുഷ്യഭാവനയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു നോവലാണ്. അത് 1938 അതിൻ്റെ റേഡിയോ പ്രക്ഷേപണം കേട്ടിട്ട് അമേരിക്കയിൽ ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഭയചകിതരായി ഓടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അത് ഇന്ത്യയിലാണെങ്കിൽ ചൊവ്വാദോഷം പോലെയുള്ള ഒരുപാട് മിത്തുകൾ, അനവധി മിത്തുകൾ നമ്മുടെ ജീവിതത്തെ തന്നെ സ്വാധീനിക്കും. ഒരുപക്ഷെ ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് സ്വാധീനം ചെലുത്താനായിട്ട് ഇത്തരം മിത്തുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം മിത്തുകൾക്ക് ഇടയിലേക്കാണ് ഈ പറയുന്ന യാഥാർത്ഥ്യത്തിൻ്റെ സയൻസ് മുന്നോട്ട് വയ്ക്കുന്ന യാഥാർത്ഥ്യത്തിൻ്റെ ഒരു പുതിയ ലോകം നമുക്ക് മുമ്പിൽ തുറന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ചൊവ്വ എന്ന് പറയുന്നത് അതിൻ്റെ ചില പ്രത്യേകതകൾ എങ്ങനെയാണ് പ്രത്യേകതകൾ നമുക്ക് തന്നെ നമ്മൾ പണിതെടുത്ത ഒരു ഉപകരണത്തെ അവിടെ കൊണ്ടുപോയി തൊടാൻ കഴിയുന്ന തരത്തിലുള്ള, അതിൻ്റെ അന്തരീക്ഷത്തെയോ അതിൻ്റെ പ്രതലത്തെയോ സ്പർശിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാധനമാണ് എന്നുള്ള തരത്തിൽ നമ്മുടെ പൊതുബോധത്തിലേക്ക് അതിനെ ആഗിരണം ചെയ്യപ്പെടുന്നത് തീർച്ചയായിട്ടും അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് വളരെ കൗതുകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ശാസ്ത്രം മുന്നോട്ട് പോകുകയോ ഇത്തരത്തിലുള്ള മിത്തുകളെ പൊളിക്കാൻ ശാസ്ത്രം എപ്പോഴൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ വിശ്വാസം കൂടി വന്നിട്ടേ ഉള്ളൂ ഭൂമിയിൽ. ജോബിൻ്റെ പ്രതീക്ഷ നല്ലതാകട്ടെ. പക്ഷേ മംഗൾയാൻ ഇതിനകം തന്നെ ഉറപ്പിച്ചിരിക്കുന്ന
അന്താരാഷ്ട്ര വിപണിയിലെ ഇന്ത്യയുടെ സ്പേസ് ബിസിനസ് എന്തുമാത്രമായിട്ടുണ്ട്? കാരണം ഇപ്പോൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഈ അമേരിക്ക ചിലവാക്കുന്നതിൻ്റെ 10% ചിലവിലാണ്. 400 കോടിയാണ് നമ്മുടെ ചിലവ്. അതേസമയം അമേരിക്കയുടെ മേവിൻ മിഷന് വേണ്ടിയിട്ട് 4000 കോടിയുടെ ചിലവാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കോസ്റ്റ് എഫക്റ്റീവ് സ്പേസ് ട്രാവലിങ്ങിനും സ്പേസ് മിഷന് നടത്തുന്നതിന് ഇന്ത്യ ഏറ്റവും മുന്നിലാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണമാണ് ഏറ്റവും ചിലവ് കുറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള മറ്റു രാജ്യങ്ങളുടെ പേടകങ്ങൾ ക്യാരി ചെയ്യുന്നതിനും ഇന്ത്യക്കുള്ള സാധ്യതകൾ വളരെ വളരെ വലുതാണ്. നമ്മുടെ കേപ്പബിലിറ്റി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ 24-ാം തീയതി ഇന്നത്തെ ടെസ്റ്റിംഗ് കൂടെ കഴിഞ്ഞ സ്ഥിതിക്ക് ഏതാണ്ട് ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ്. അതിന് ഇനിയൊരു കുഴപ്പം വരികയില്ലെന്നുള്ളത്. കാരണം അവിടെ വെച്ച് പേടകത്തിൻ്റെ ഡയറക്ഷൻ മാറ്റണം, സ്പീഡ് കുറയ്ക്കണം. അതോടുകൂടി ഈ മാർസിൻ്റെ ഓർബിറ്റിലേക്ക് ഇത് ക്യാപ്ചേർഡ് ആകും. അപ്പം അത് വൺസ് അത് ക്യാപ്ചർ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മിഷൻ മംഗൾയാനെ സംബന്ധിച്ച് ഈ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ചൊവ്വയിൽ ഇറങ്ങാതെ തന്നെ പരമാവധി അവിടെയുള്ള ജീവന്റെ അവസ്ഥകൾക്കും അല്ലെങ്കിൽ ജീവൻ അവശേഷിപ്പിച്ച മീഥേൻ പോലെയുള്ള സാന്നിധ്യങ്ങളും ജീവൻ അവശേഷിപ്പിച്ച മാത്രമല്ല ജീവൻ ഇപ്പോഴും ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം സർഫസിൽ ഇപ്പം നമ്മൾ വിചാരിക്കുന്ന കണക്കുള്ള ജീവൻ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഈ റേഡിയേഷനെയും അൾട്രാവയലറ്റ് റേഡിയേഷനെയും ലോ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറും പ്രഷറും എല്ലാം വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ മൈക്രോബുകൾ ചിലപ്പോൾ ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ടാവാം. അത് ഒരുപക്ഷെ ഇവിടുത്തെ മൈക്രോബിൻ്റെ തരത്തിലുള്ള മൈക്രോബ് ആയിരിക്കണമെന്നില്ല. അതുപോലെ തന്നെ ചൊവ്വയുടെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ മണ്ണിനടിയിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ഇപ്പോഴുള്ള മറ്റു തരം മൈക്രോബ്സും കണ്ടെത്താൻ സാധിക്കും. കാരണം ലൈഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സിറ്റുവേഷനിലോട്ടും അത് ഇവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഭൂമിയുടെ അടിയിൽ തന്നെ ഹൈഡ്രോതെർമൽ വെൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഓക്സിജന് പകരം സൾഫർ ബ്രീത്ത് ചെയ്യുന്ന ബാക്ടീരിയകളുണ്ട്. അപ്പം ഇത് ഓക്സിജൻ ആവശ്യമില്ല, അതിന് ലൈറ്റിൻ്റെ ആവശ്യമില്ല, ഫോട്ടോസിന്തസിസ് ആവശ്യമില്ല, കെമിക്കൽസ് കൺസ്യൂം ചെയ്തിട്ട് കഴിയുന്നു. ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിൽ നമ്മൾ ഈ നൂറ്റാണ്ടുകൾ ഏതാണ്ട് ബോധവും ബുദ്ധിയും ഉറച്ച് മനുഷ്യൻ സ്വയം ആലോചിക്കാനും ചിന്തിക്കാനും തുടങ്ങിയ കാലം മുതൽ ഉറപ്പിച്ച പല പാരാമീറ്ററുകളും പൊളിഞ്ഞു തുടങ്ങാൻ തീർച്ചയായിട്ടും പര്യവേക്ഷങ്ങൾ അതിന് തുടക്കം വെക്കാം. കാരണം അവിടെ മൈക്രോബിനെ കണ്ട ഇത് മറ്റ് സ്ഥലങ്ങളിൽ ഭൂമിയിൽ മാത്രം ഈ ജീവനുണ്ട് എന്ന് ചിന്തിക്കുന്നത് തികച്ചും ഇത് മനുഷ്യൻ്റെ ഒരു ലിമിറ്റഡ് തിങ്കിങ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചം എത്രയോ വിശാലമാണ്. ഇവിടെ മാത്രമേ ഇത്തരത്തിലുള്ള ലൈഫ് ഫോം ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. എക്സ്ട്രാ ടെറിട്ടറിയൽ എന്നുള്ളത് എന്ന് ചർച്ചാ വിഷയമാണ്. ഭൂമിക്ക് പുറത്തെന്താ എന്നത്, ഭൂമിക്കപ്പുറം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ബുദ്ധിവികാസം മനുഷ്യനായിട്ടില്ല. അതിൻ്റെ വ്യാപ്തി ഉൾക്കൊള്ളാൻ, പ്രപഞ്ചം എന്നതിൻ്റെ വ്യാപ്തി ഉൾക്കൊള്ളാൻ കലാകാലങ്ങളിൽ പലപ്പോഴും തിരിച്ചടികൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ്റും എന്നറിഞ്ഞപ്പോൾ മുതൽ നടത്തുന്ന ത്വരയും ഇതിനൊക്കെ വേണ്ടി തന്നെയാണ്. ചൊവ്വ എന്നതും എല്ലാ കാലത്തും മറ്റൊരു ജീവൻ്റെ തേടിയുള്ള അന്വേഷണത്തിൻ്റെ യാത്രയായിരുന്നു ഭൂമിക്ക്, അല്ലെങ്കിൽ ഭൂമിയിലുള്ളവർക്ക്. ഈ ഭൂമി വിട്ടുള്ള പര്യവേക്ഷണത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, അല്ലെങ്കിൽ ഇത് എവിടെയാണ് ആ കൗതുകം എന്നെങ്കിലും മനുഷ്യൻ അവസാനിക്കുമോ? അല്ലെങ്കിൽ ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ആത്യന്തികമായ ലക്ഷ്യം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചരഹസ്യത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രപഞ്ചരഹസ്യത്തിൻ്റെ രഹസ്യം തേടുക, അതിനെക്കുറിച്ച് അറിവുണ്ടാകുക. ആ അറിവിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ പ്രയോജനകരമായിട്ടുള്ള ചില അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. മുൻപ് ജൂൾസ് വേൺ ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്ക് എന്ന് പറഞ്ഞൊരു നോവൽ എഴുതുകയുണ്ടായി. അതിൽ അദ്ദേഹം വിവരിച്ച ധാരാളം ചെറിയ ചെറിയ കാര്യങ്ങൾ ഇന്നത്തെ ശാസ്ത്ര ബോധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിയായിരിക്കില്ല എങ്കിൽ തന്നെയും അത് ധാരാളം മിത്തുകൾ, ഈ ഗോളാന്തര യാത്രയെക്കുറിച്ചുള്ള മിത്തുകൾ മാറ്റാൻ സഹായിക്കുകയുണ്ടായി. എന്ന് പറയുന്നത് പോലെ ഇത്തരം ഒരു ഗോളാന്തര യാത്രകൾ, ഇന്ത്യയുടെ ഗോളാന്തര യാത്രകൾ പല മിത്തുകളെയും മാറ്റിമറിക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് കൂടുതൽ രാജ്യങ്ങളെ ഈ ഗോളാന്തര ഗവേഷണ മേഖലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. മാത്രമല്ല ഈ ഒരൊറ്റ മിഷൻ കൊണ്ട് ഇന്ത്യയിൽ തന്നെ ഈ സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ ധാരാളം ഇതിൽ ആകാംക്ഷാഭരിതരാകുകയും അവരെ കൂടുതൽ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു. ഒരു ഇതിന് കെൽപ്പില്ല എന്ന് കരുതുന്ന പല രാജ്യങ്ങളെയും പ്രേരിപ്പിക്കാൻ, ഒരുപക്ഷെ അതിന് നേതൃത്വം നൽകാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുന്ന ഒരു യാത്രയായി അല്ലെങ്കിൽ ഒരു മിഷനായി ഇത് മാറാം. ശ്രീ ജീവൻ ജോബ്, ചൊവ്വ എന്ന് പറയുന്നതിലേക്ക് താങ്കൾ നേരത്തെ പറഞ്ഞു അതൊരു ഒരുപക്ഷെ പുതിയൊരു ജീവിതം അവിടെ തുടങ്ങാൻ ഒക്കെ
എത്രയോ കാലങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ചർച്ചകൾ പോലും എത്രയോ നാളുകളായുണ്ട്. ഇന്ത്യയുടേത് എന്ന് പറയുമ്പോഴാണ് അതിന് പ്രസക്തിയും ഇങ്ങനൊരു ചർച്ചയിലേക്ക് അത് നീളുകയും ചെയ്യുന്നത്. അത് ഓരോ പ്രാവശ്യവും അതിൻ്റെ ഓരോ ഘട്ടത്തിലും അത് വിജയകരമായി മാറുന്നു എന്ന് പറയുമ്പോൾ അത്തരം പ്രതീക്ഷകൾക്ക് അല്ലെങ്കിൽ ചർച്ചകൾക്ക് ബലമേകുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഉദ്ദേശമെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ആയിരിക്കാം അവസാനം ഇതെല്ലാം ലീഡ് ചെയ്യുന്നത് മറ്റൊരു ഭൂഖണ്ഡാന്തര യാത്രകളും മറ്റു ഗോളങ്ങളിലോ ഗ്രഹങ്ങളിലോ ജീവിതവും വാസവും ഉറപ്പിക്കാനോ, അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ജനസഞ്ചയങ്ങളുടെ യാത്ര പോലെ ഇതൊരു ഗോളാന്തര യാത്രയെ പരിണമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനോ കാലങ്ങൾക്ക് അപ്പുറം ചിന്തിക്കാനോ പറ്റുമെങ്കിൽ താങ്കളുടെ ഏത് തലമുറയായിരിക്കും അത്തരമൊരു യാത്രയ്ക്ക് പ്രാപ്തി നേടുക അല്ലെങ്കിൽ യാത്ര പോവുക? താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭാവനയിൽ? അല്ല, ഈ 2022 തന്നെ ഇത്തരത്തിലുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾ ഇപ്പോൾ തന്നെ അമേരിക്കയിൽ നടക്കുന്നതായിട്ട് നമുക്കറിയാം. അതിന് വേണ്ടിയിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ് നടക്കുന്നതായിട്ട് നമുക്കറിയാം. പ്രത്യേകിച്ച് അമേരിക്കയിലാണെങ്കിൽ മാർസ് കോളനൈസേഷന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഗ്രൂപ്പുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ജെയിംസ് കാമറൂൺ, ഞാൻ അദ്ദേഹത്തെ കാലങ്ങളായിട്ട് പിന്തുടർന്നു പോരുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്. ജെയിംസ് കാമറൂൺ അതിൻ്റെ ഒരു പ്രൊപ്പോണൻ്റാണ്. ഈ മാസ് കോളനൈസേഷൻ്റെ ഏറ്റവും വലിയ പ്രൊപ്പോണൻ്റായിട്ട് അമേരിക്കയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ജെയിംസ് കാമറൂൺ. ചൊവ്വയുടെ മാൻഡ് മിഷൻ അമേരിക്കയുടെ മാർസ് മാൻ മിഷൻ്റെ അകത്ത് ക്യാമറ വർക്കുകളൊക്കെ ഫുൾ ചെയ്യുന്നതും ഈ ജെയിംസ് കാമറൂണിനെ പോലെയുള്ളവരാണ്. അതൊരു വലിയ ഒരു ഗ്രൂപ്പായി ലോകത്തെമ്പാടും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കാലങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലുണ്ടായ മനുഷ്യർ മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക് യാത്ര ചെയ്ത കാലത്തെ ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അതിന് ഒരുപക്ഷെ ടെക്നോളജി മനുഷ്യനെ വല്ലാതെ അധികം, മനുഷ്യൻ്റെ കാലുകളെയും കൈകളെയും ഒക്കെ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരു 100 വർഷത്തെ ഗ്യാപ്പ് പോലും ചിലപ്പോൾ അതിന് വേണ്ടി വന്നേക്കില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക കാര്യം, ഇപ്പോൾ നമുക്ക് ഈ മംഗൾയാൻ കാര്യത്തിൻ്റെ ഇടയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം, ഒരു ഏഷ്യൻ റേസ് ഇതിൻ്റെ അകത്ത് ഈ ഗോളാന്തര യാത്രകളുടെ കാര്യത്തിൽ ചൈന, ഇന്ത്യ, ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ കൂടുതലായിട്ടും ഗോളാന്തര യാത്രകളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ ആഗോളതലത്തിൽ തന്നെ ഗോളാന്തര യാത്രകളുടെ ഒരു ഫാഷൻ രൂപപ്പെടുകയും അത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു ഇതെല്ലാം സയൻസിലായാലും ഒരു ഫാഷൻ എന്ന് പറയുന്ന സാധനം രൂപപ്പെടുന്നത് അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ചില ലക്ഷ്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അത് ചരിത്രം മുഴുവൻ അങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ആവേശം എല്ലാ സാമ്പത്തിക ശക്തികൾക്കിടയിൽ ഉണ്ടാവുകയും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയെ പോലൊരു രാജ്യത്തിൻ്റെ പോലും സാമ്പത്തിക ശേഷിയെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കുകയും ചെയ്യുന്ന ശാസ്ത്ര ഗവേഷണങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് മണി, ബുദ്ധി, ഇതെല്ലാം ആത്യന്തികമായിട്ട് നമ്മുടെ സാമ്പത്തിക ശേഷിയെയും സാമൂഹിക ജീവിതത്തിൽ ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും അത് മുഴുവനായിട്ടുള്ള മനുഷ്യൻ്റെ പരിണാമത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന തരത്തിലേക്ക് ഈ തരത്തിലുള്ള ഗോളാന്തര യാത്രകൾ സംബന്ധിച്ച ശ്രമങ്ങൾ വളർന്നു വരും എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത്തരം മിഷനുകൾ നടക്കുമ്പോൾ സംസാരിക്കപ്പെടുന്നതും ഇന്ത്യ പോലെ ഒരു 3ാം ലോക രാജ്യത്തിന് ഇതിനാണോ പണം ചെലവഴിക്കേണ്ടത് എന്നൊക്കെയുള്ള ചില ബാലിശമായ വാദഗതികൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ആഗോളതലത്തിൽ ഒരു രാജ്യത്തിൻ്റെ ധർമ്മം എന്ന നിലയ്ക്ക് കൂടി, അല്ലെങ്കിൽ ഒരു ജീവചരിത്രം അല്ലെങ്കിൽ ആ പരിണാമം അന്വേഷിക്കുന്ന ഒരു സമൂഹം കൂടി ഇതിനിടയിലുണ്ട് എന്നത് സംബന്ധിച്ച് അതിനെ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായി നടത്തുക എന്നതാണ് അതിനകത്ത് അഭിനന്ദനം അർഹിക്കുന്നതും. വളരെ നന്ദി ശ്രീ ജീവൻ ജോബ് തോമസ്, പ്രൊഫസർ VPN നമ്പൂതിരി, ഡോക്ടർ ഗോഡ്ഫ്രേ ലൂയിസ് ഇത്രയും സംസാരിച്ചതിന്, ഇത്രയും വിവരങ്ങൾ ഷെയർ ചെയ്തതിന്. ഇടവേളയിലേക്ക്